എല്ലാവർക്കും ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ജിയോവാനി ലിയോണി. 6 അടി 5 ഇഞ്ച് ഉയരമുള്ള 18 വയസ്സ് മാത്രം പ്രായമുള്ള പാർമയുടെ സെന്റർ ബാക്ക് ആണ്. ഏകദേശം ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ലിവർപൂളിലേക്ക് വരാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരു പ്ലെയർ അനാലിസിസ് ചെയ്ത് നോക്കിയാലോ. ഞാൻ പുള്ളിക്കാരൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അതായത് നമ്പേഴ്സിലേക്ക് കടക്കുന്നില്ല, കാരണം ഇപ്പം 18 വയസ്സായ യങ് സെൻറ്റർ ബാക്കാണ്. അപ്പോൾ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക, ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഒന്നും നമുക്ക് തോന്നില്ല. അതുകൊണ്ട് ഞാൻ റിയൽ ആയിട്ടുള്ള കുറച്ച് ഫൂട്ടേജസ് കാണിച്ചു തരാം. എന്നിട്ട് പുള്ളിക്കാരൻ്റെ എബിലിറ്റിയെക്കുറിച്ചും പിന്നെ എന്താണ് പുള്ളിക്കാരൻ്റെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഡ്രോബാക്സ് എന്നതിനെക്കുറിച്ചും പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ ഞാനൊരു ചെറിയ ക്ലിപ്പ് കാണിച്ചു തരാം. ലുക്കാക്കുവിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ക്ലിപ്പാണ്. അപ്പോൾ ഞാനെങ്ങനെ പുള്ളിക്കാരൻ്റെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആസ് എ സെൻറ്റർ ബാക്ക്, ആ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് എങ്ങനെ വരുന്നതെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പം ബോൾ ലുക്കാക്കുവിന് വരുന്നത്, ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ ക്ലിപ്പാണല്ലോ, അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ നോക്ക്, 6 അടി 5 ഇഞ്ച് ഉയരമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ച് കാലിന് നല്ല നീളം ഉണ്ടാവും. അപ്പം ആദ്യം തന്നെ എന്താ ചെയ്യുന്നതാണ്, എതിരാളിനെ നമ്മൾ ആ ഒരു പാത്ത് നിന്ന് ബ്ലോക്ക് ചെയ്യണം. അതുകൂടാതെ നമ്മൾ ഷോൾഡർ ഉപയോഗിച്ച് ഒരു എതിരാളി അൺബാലൻസ് ചെയ്യിക്കണം, അതായത് ഉന്തിയിട്ട് അൺബാലൻസ് ചെയ്യിക്കണം. അതാണ് പുള്ളിക്കാരൻ ഇവിടെ ആദ്യം ചെയ്തത്. ആദ്യം കാല് നീട്ടി വെച്ച്, പുള്ളിക്കാരൻ്റെ റൈറ്റ് ബാക്കാണ്, അതായത് റൈറ്റ് സെൻറ്റർ ബാക്കാണ്. അപ്പം റൈറ്റ് കാലായിരിക്കും ഏറ്റവും കൂടുതൽ പവർഫുൾ. അപ്പോൾ ആ ഒരു പവർഫുൾ കാല് ഉപയോഗിച്ച് ലുക്കാക്കുവിൻ്റെ പാത്ത് അവിടെ ബ്ലോക്ക് ചെയ്തു. നമുക്ക് കാണാം ലുക്കാക്കുവിൻ്റെ പാത്ത് ഇവിടെ ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം ഷോൾഡർ ഉപയോഗിച്ച് ഒരു നഡ്ജ് കൊടുത്തു കഴിഞ്ഞാൽ ലുക്കാക്കുവിൻ്റെ ബാലൻസും തെറ്റി. ലുക്കാക്കുവിന് പിന്നെ പുള്ളിക്കാരനെ മറികടന്ന് പോകാനുള്ള യാതൊരുവിധ ചാൻസും ഇല്ല, എനർജിയും ഇല്ല. അവിടെ ലുക്കാക്കുവിൻ്റെ ഒരു പാത്ത് ബ്ലോക്കായി. ലുക്കാക്കു ഇങ്ങനെ വന്നതാണ്, പുള്ളിക്കാരനെ തട്ടി അങ്ങോട്ട് ഓപ്പോസിറ്റ് തെറിച്ചു പോയി. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, എല്ലാ പ്ലെയേഴ്സിനും ഉണ്ടാവും. അവർ ഏതോണ പൊസിഷനിൽ അവർ കളിക്കുന്നത്. അപ്പോൾ നല്ല ടോപ്പ് ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സിനൊക്കെ ഉണ്ടാവുന്ന നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ ഒരു യങ് പ്ലെയർ, 18 വയസ്സുള്ള ഒരു യങ് പ്ലെയർ ഒരു വേൾഡ് കപ്പൊക്കെ കളിച്ച നല്ല സ്ട്രെങ്ത്തുള്ള പ്ലെയേഴ്സിനോട് ഇങ്ങനെ കളിക്കണമെങ്കിൽ നമുക്കറിയാം ഹീസ് എ ഗിഫ്റ്റഡ് പ്ലെയർ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. പുള്ളിക്കാരൻ ഒരു പ്രോ ആക്റ്റീവ് സെൻറ്റർ ബാക്കാണ്. അപ്പോൾ പ്രോ ആക്റ്റീവ് സെൻറ്റർ ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എതിർ ടീമിൻ്റെ ഫോർവേഡ് അല്ലെങ്കിൽ മിഡ്ഫീൽഡേഴ്സ് നമ്മളിലേക്ക് അറ്റാക്ക് ചെയ്ത് വരുന്നതിന് മുന്നേ നമ്മൾ ആ ഒരു ഡേഞ്ചർ മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യുന്ന പ്ലെയേഴ്സാണ് പ്രോ ആക്റ്റീവ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആസ് എ സെൻറ്റർ ബാക്ക് ലിയോണി ഒരു പ്രോ ആക്റ്റീവ് സെൻറ്റർ ബാക്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. കുറച്ച് വീഡിയോസ് അല്ല, ഒരു വീഡിയോ അതിൽ കുറച്ച് ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും ലിയോണി ബോളോ അല്ലെങ്കിൽ പ്ലെയറോ വരാൻ കാത്തു നിൽക്കില്ല, ബോളിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സെൻറ്റർ ബാക്കാണ് ലിയോണി. അത് കുറച്ച് ഫീൽഡിൻ്റെ ഉള്ളിലേക്ക് കയറിയാലും അല്ലെങ്കിൽ ബോക്സിലായാലും ആ ഒരു ആക്റ്റീവ് എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് ചെങ്ങായി. ഓക്കെ, ഒരു ബേസിക്കലി സേയിങ് എന്താ പറയണ്ടേ, നീ എന്നെ അറ്റാക്ക് ചെയ്യ്, ഞാനിവിടെ നിൽക്കുക, അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റി അല്ല ഈ ഒരു യങ് സെൻറ്റർ ബാക്കിന്. ഓക്കെ, നീ എൻ്റെ അടുത്തേക്ക് ബോൾ വരുന്നതിന് മുന്നേ ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ബോൾ എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു യങ് പ്ലെയറാണ് ലിയോണി. പക്ഷേ ഇങ്ങനെയുള്ള പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള സെൻറ്റർ ബാക്സിന് ഒരു പ്രശ്നമുണ്ട്. അഥവാ അവർ ചില നല്ല അതിബുദ്ധിമാന്മാരായ അറ്റാക്കേഴ്സോട് കളിക്കുന്ന സമയത്ത് അവർ ചെറിയൊരു ഫെയിൻറ്റ് ചെയ്ത് ഡിഫ്ലക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഈ ഒരു അറ്റാക്ക് ചെയ്യുന്ന ഒരു സെൻറ്റർ ബാക്കിനെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് ബോൾ മിസ്സാവാൻ അല്ലെങ്കിൽ പ്ലെയർ വഴുതി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് മാത്രം പറയുന്നതിനിടയ്ക്ക് കുറച്ച് ആ ഒരു എന്താ പറയണ്ടേ, അതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജും കൂടി പറയണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു 1-2 ക്ലിപ്പും കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള സെൻറ്റർ ബാക്ക് ആകുമ്പോൾ ചില സമയങ്ങളിൽ ബോളും പ്ലെയറും മിസ്സാവാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ അതും കൂടി കാണിച്ചു തരാം. അപ്പം ഈ ഒരു വീഡിയോയിൽ ഇതാണ് ലിയോണി. അപ്പം ബോള് അറ്റാക്കറിലേക്ക് വരുന്നുണ്ട്. അപ്പം അത് കണ്ട ലിയോണി അറ്റാക്കറെ എന്താണ് ബാക്കിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നെങ്കിൽ ബോള് അല്ലെങ്കിൽ പ്ലെയർ എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു പ്ലെയറാണ്. അപ്പം ചങ്ങായി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ ബോൾ മിസ്സായി. പ്ലെയർ പന്തെടുത്തിട്ട് ടേൺ ചെയ്യുന്നതിന് പകരം പന്തെടുത്ത് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി പിന്നെ തിരിച്ച് പിറകിലോട്ട് പാസ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ കാണാം ലിയോണി വന്ന ആ ഒരു ഭാഗത്തിലേക്ക് പന്ത് പോയി അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ആയി. അത് എതിർ ടീം പോയി, അത് പെനാൽറ്റി ആയി. അപ്പം ഈ ഒരു പ്രോ ആക്റ്റീവ് മെത്തേഡിൽ ചില സമയത്ത് പ്ലെയേഴ്സ്, ഓപ്പോസിറ്റ് കളിക്കുന്ന അറ്റാക്കിംഗ് പ്ലെയേഴ്സ് അതിബുദ്ധിമാന്മാർ അല്ലെങ്കിൽ നല്ല കഴിവുള്ള പ്ലെയേഴ്സ് ആണെങ്കിൽ ഈ ഒരു മെത്തേഡിന് കുറച്ച് പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചങ്ങായി 6 അടി 5 ഇഞ്ച് ഉയരമുണ്ട്, 18 വയസ്സ് മാത്രമേ ഉള്ളെങ്കിലും പുള്ളിക്കാരൻ്റെ ആ ഒരു കളിയും ആ സ്പീഡും സ്ട്രെങ്ത്തും കണ്ടാൽ നമ്മൾ 18 വയസ്സാണെന്ന് പറയില്ല. ഒരു 10-25 വയസ്സിൽ പ്രായമില്ല, ഒരുപാട് 5-6 വർഷം കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറിൻ്റെ രീതിയിലാണ് പുള്ളിക്കാരൻ കളിക്കില്ല. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത്ത് ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലെയറാണ് റൊമാലോ ലുക്കാക്കു. എവർട്ടണിൽ കളിച്ചിട്ടുണ്ടായിരുന്നു, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നാപ്പോളിയിലാണ് കളിക്കുന്നത്. ഏകദേശം ഒരേ ഹൈറ്റുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ ലിയോണിനേക്കാളും നല്ല സ്ട്രെങ്ത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്ലെയറാണ്. എനിക്ക് തോന്നുന്നു നല്ല വെയിറ്റ് നല്ല ബോഡിയൊക്കെ ഉള്ള പ്ലെയറാണ് ലുക്കാക്കു. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ലിയോണി എങ്ങനെയാണ് ലുക്കാക്കുവിനെ ബുള്ളി ചെയ്യുന്നതെന്ന്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പം അത്രയും വേൾഡ് കപ്പൊക്കെ കളിച്ച് പരിചയമുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇങ്ങനെ കണ്ടമാനം ഗോളടിച്ച് കൂട്ടിയ ലുക്കാക്കുവിനെ എത്ര ഈസി ആയിട്ടാണ് പുള്ളിക്കാരൻ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് പറയാം ഒരുപക്ഷെ ലുക്കാക്കുവിന് ഇപ്പം 32-33 വയസ്സായി, അവർ പണ്ടത്തെ പ്രഭാവമില്ല. എന്നിരുന്നാലും ഒരു 18 വയസ്സുകാരൻ്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു 18 വയസ്സുകാരൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത ഒരു മത്സരമായിരുന്നു അത്. അപ്പോൾ നമുക്കിനി ഹെഡിങ്ങും പാസിങ് എബിലിറ്റിയും കൂടി നോക്കിയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാം. നല്ല ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് ഏരിയയിൽ വിൻ ചെയ്യാനുള്ളൊരു കഴിവും കൂടിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ 63% എങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ ഏരിയൽ വിൻ പെർസെൻറ്റേജ്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം, അതിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ലിവർപൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വാൻഡൈക്കും കൊണാറ്റയും നല്ല ഹൈറ്റുള്ള സെൻറ്റർ ബാക്കാണ്. അപ്പം ഏകദേശം എല്ലാ ഏരിയൽ ബാറ്റിൽസിലും അവർ ഡുവൽസിലും അവർ വിജയിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ലിവർപൂളിന് വേണ്ടതും ഇതുപോലെ നല്ല ഹൈറ്റുള്ള സെൻറ്റർ ബാക്കുകളെയാണ്. അപ്പോൾ നമ്മൾ
ഏരിയൽ ഡുവലിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്. ഇനി നമുക്ക് പാസിങ് എബിലിറ്റിയും കൂടി നോക്കാം. നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാൻ ഡൈക്കിനെ പോലെ നമ്മളെ ഹാഫിൽ നിന്ന് എതിരാളികളെ ഫൈനൽ തേർഡിലേക്ക് കൊടുക്കുന്ന തരത്തിലുള്ള ബോളുകളല്ല ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ബട്ട് സ്റ്റിൽ എന്താ പറയണ്ടേ, വെറുതെ ഇങ്ങനെ ഒരു നമ്മുടെ നാട്ടിൽ പറയും ചുംബം വീശൽ എന്ന് പറയും. അതായത് എവിടത്തേക്കെങ്കിലും അടിച്ച് കളയുക, ക്ലിയറൻസ് ചെയ്ത് കളയുന്ന ഒരു പ്ലെയർ അല്ലാതെ തനിക്കാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ബോൾ പാസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും കൂടി ചങ്ങായിക്കുണ്ട്. അപ്പം ലിവർപൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ വാൻ ഡൈക്കിനെ കണ്ടുപഠിക്കുകയും അതുകൂടാതെ സ്ലോട്ടിൻ്റെ ആ ഒരു ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് ചങ്ങായിനെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ ഈ ഒരു ബോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. അപ്പം മേ ബി നമുക്ക് പ്രതീക്ഷിക്കാം ലിവർപൂളിൽ വന്നു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് സെൻറ്റർ ബാക്ക് ആവും ഇൻ യൂറോപ്പ്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്തുകൊണ്ടാണ് ഒരു ക്ലിപ്പ് മാത്രം കാണിച്ചു തന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വേറെയും ഷെഷ്കോനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ബലേബനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ വേറൊരു പ്ലെയറിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് മറന്നുപോയി. അപ്പോൾ അതിലെല്ലാം ഞാൻ സ്റ്റാറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്കിറ്റിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞാൻ നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്തുകൊണ്ടാണ്, അവരെല്ലാം എന്താ പറയണ്ടത്, ഒരു എസ്റ്റാബ്ലിഷ്ഡ് പ്ലെയേഴ്സായി കഴിഞ്ഞതാണ്. അതുകൂടാതെ അവർ ഓൾറെഡി നല്ല ലീഗിൽ മോശമില്ലാത്ത ടീമിന് വേണ്ടി കളിച്ച് നല്ല നമ്പേഴ്സൊക്കെ കൊണ്ടുവന്ന പ്ലെയേഴ്സാണ്. പക്ഷേ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് ഇപ്പം 18 വയസ്സ് തികഞ്ഞ വളരെ യങ് ആയിട്ടുള്ള ഒരു റോ ടാലൻ്റ് ആണ്. അപ്പം നമ്മൾ സ്റ്റാറ്റ് നമ്പേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇമ്പ്രസീവായിട്ട് തോന്നില്ല. പക്ഷേ ആ ഒരു ടാലൻറ്റ് അല്ലെങ്കിൽ ഇൻബോൺ ടാലൻറ്റ് അല്ലെങ്കിൽ ഒരു ജനറേഷണൽ ടാലൻറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു കഴിവ് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ കണ്ണുകൊണ്ട് നോക്കണം. അതാണ് ഞാൻ നിങ്ങൾക്ക് ക്ലിപ്പ് മാത്രം കാണിച്ചു തന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം പുള്ളിക്കാരനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. നിങ്ങൾക്കറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.